നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപകമായിട്ടുണ്ടെന്ന് വാർത്തകൾ കാണാറുണ്ട്. ചിലർക്ക് വളരെ നിസ്സാരമായിരിക്കും, മറ്റു ചിലർക്ക് വളരെ ഗൗരവമേറിയ അവസ്ഥയിലേക്ക്, മരണം വരെ സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് പലപ്പോഴും റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ പനി മാത്രമല്ല, ഈ പനി മറ്റ് അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് ഇത്രയേറെ ഗൗരവമാകുന്നത് എന്ന് കാണാം. പനി പലപ്പോഴും വൃക്കയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാറുണ്ട്. എങ്ങനെയൊക്കെ ബാധിക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇവയ്ക്ക് പരിഹാരങ്ങൾ, മുൻകരുതലുകൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ജയൻ തോമസ് മാത്യു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, പകർച്ചപ്പനികൾ വൃക്കയെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നു? ഇപ്പം സാധാരണ കണ്ടുവരുന്ന ഈ പകർച്ചപ്പനികൾ, ഈ ഡെങ്കി, മലേറിയ ഒക്കെ അപൂർവമായിട്ടേ വൃക്കകളെ ബാധിക്കാറുള്ളൂ. പക്ഷെ ബാധിക്കുമ്പോൾ അത് വളരെ സിവിയർ ആകാം. മിക്ക പനികളും ചെറിയൊരു പനി, വൈറൽ ഫീവറായിട്ട് വന്നിട്ട് അത് ചികിത്സിച്ച് പോകും. പക്ഷേ ചിലരിൽ ഈ ബ്ലഡ് പ്രഷർ കുറയും. ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്ന ഈ BP കുറയുമ്പോഴാണ്. BP കുറയുമ്പം മറ്റ് അവയവങ്ങൾ, പ്രധാനപ്പെട്ട അവയവങ്ങൾ, ലിവർ, കിഡ്നി, ഇങ്ങോട്ടുള്ള രക്തഓട്ടം കുറയും. കാരണം നമ്മുടെ ബോഡിയുടെ കോമ്പൻസേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹാർട്ടും ബ്രെയിനുമാണ്. അത് പോയാൽ ആൾ മരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ബ്ലഡ് ഡൈവേർട്ട് ചെയ്യുമ്പം സെക്കൻഡ് ഓർഗൻസ് ആയ കിഡ്നി, ലിവറിലോട്ടൊക്കെയുള്ള ബ്ലഡ് ഫ്ലോ ഇത്തിരി കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം കിഡ്നി ഡാമേജും ലിവർ ഫെയിലിയറും വരും. ഇങ്ങനെ വരുമ്പോഴാണ് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി വന്നിട്ട് പിന്നെ കിഡ്നി ഫെയിലിയറായി പിന്നെ ഒരു ഡൗൺ ഹിൽ ട്രാക്ക്. ഇതിന് പ്രധാനപ്പെട്ട കാരണം, പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോഴായി ഈ ഡെങ്കിപ്പനിയുടെ കോംപ്ലിക്കേഷൻസ്. പ്ലേറ്റ്ലെറ്റ് കുറയുമ്പം കോംപ്ലിക്കേഷൻ വരാം, ബ്ലീഡിങ് വരാം. പക്ഷേ ഇതിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, കാപ്പിലറി ലീക്ക്. അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോയി ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം കൊടുത്തിട്ട് തിരിച്ചു വരും. അതിനൊരു നെറ്റ്വർക്കുണ്ട്. ആർട്ടറി, വലിയ രക്തക്കുഴലിന് ആർട്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ചും കൂടെ ചെറുതാണ് ആർട്ടീരിയോൾ. അത് കഴിഞ്ഞിട്ട് കാപ്പിലറിയാണ് ഏറ്റവും ചെറിയ രക്തക്കുഴൽ. ഈ കാപ്പിലറി കൂടെ ഈ എക്സ്ചേഞ്ച് നടക്കുന്ന ഓക്സിജൻ്റെ എക്സ്ചേഞ്ച്, ന്യൂട്രിയൻസിൻ്റെ എക്സ്ചേഞ്ച്, നല്ല സാധനങ്ങൾ ശരീരത്തോട്ടും പോകും, വേസ്റ്റ് പ്രോഡക്ട്സ് തിരിച്ച് ശരീരത്തിനകത്ത് ഈ രക്തക്കുഴലിനകത്തേക്ക് കയറുന്നത് ഈ കാപ്പിലറീസിൽ കൂടെയാണ്. എന്നിട്ട് ചെറിയ രക്തക്കുഴൽ, അതായത് വെയിൻസ് അതിൽ കൂടെ തിരിച്ച് ഹാർട്ടിലോട്ട് വരും. ഇതാണ് ഒരു സർക്യൂട്ട്. ഈ കാപ്പിലറിക്കകത്ത് ഈ പ്രശ്നം വരുമ്പോൾ, ഈ അസുഖം വരുമ്പോൾ കാപ്പിലറി ലീക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ രക്തക്കുഴലിനകത്ത് ഇരിക്കേണ്ട ഈ ആൽബുമിൻ, പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനമൊക്കെ പുറത്തേക്ക് പോകും. അതിൻ്റെ കൂടെ വെള്ളവും കൂടെ പോകും. അപ്പം BP കുറയും. BP കുറഞ്ഞാൽ കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം കുറയും. അതോടെ കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഇത് സംഭവിക്കുന്നത്. ഒരു സൈക്കിൾ പോലെ സംഭവിക്കും. നോർമലി ഇത് ഒന്നും പറ്റില്ല. ചെറിയ പനിയാകുമ്പോൾ ഇത് നോർമലി രക്തം ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് കാപ്പിലറീസിൽ കൂടെ പോയി വെയിൻസിൽ കൂടെ പോയി തിരിച്ചു വരും. ഈ കാപ്പിലറി ലീക്ക് വരുമ്പം ലങ്സിനകത്തേക്ക് ഈ വെള്ളം കയറാം. അപ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ വരുന്നത്. അപ്പോഴാണ് പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിലോട്ട് ഇടേണ്ട ഒരു അവസ്ഥ വരുന്നത്. കിഡ്നിയിലോട്ടുള്ള രക്തോട്ടം കുറയുമ്പോൾ കിഡ്നി ഫെയിലിയർ വരും. ഇതാണ് ഇതിൻ്റെ ബേസിക് പെത്തോളജി നടക്കുന്നത്. ഓക്കെ. ഇപ്പോൾ പലപ്പോഴും ഈ ഡെങ്കിപ്പനി തന്നെ വരുമ്പോൾ, ഡെങ്കിപ്പനി വന്ന് വളരെ ഗൗരവമേറിയ അവസ്ഥയിലെത്തുമ്പോൾ ഇതുപോലെ കിഡ്നിയെ ബാധിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഇത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലുള്ളവരെ ആണോ ഇത് ബാധിക്കുന്നത്? സാധാരണഗതിയിൽ പ്രായമുള്ളവർ, ചെറിയ കുട്ടികൾ, പ്രമേഹമുള്ളവർ, ഏതെങ്കിലും അണ്ടർലൈങ് ഡിസീസ് ഉള്ളവർക്ക്, ഇപ്പം ചിലർക്ക് കിഡ്നി ഡിസീസ് തന്നെ കാണും, അവർക്കിത് വന്നാൽ ഇത് വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട്. സാധാരണ ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ഇത് സാധ്യത കുറവാണ്, വന്നുകൂടായികയല്ലേ. ഇപ്പം നമ്മൾ കാണും 18 വയസ്സുള്ള ആൾ മരിച്ചു, 30 വയസ്സുള്ള ആൾ മരിച്ചു, അവർക്കും വരാം. അത് ഈ പനിയുടെ സിവിയറിറ്റി, ഈ കോംപ്ലിക്കേഷൻ്റെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. പക്ഷേ പ്രായം കൂടിയവർ, 10, 60, 70 വയസ്സുള്ളവർ, അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികൾ, ഇവർക്കാണ് സാധ്യത കൂടുതൽ. പിന്നെ BP ഉള്ളവർക്ക്, പ്രമേഹമുള്ളവർക്ക്, ലിവറിൻ്റെ എന്തെങ്കിലും അണ്ടർലൈങ് ഡിസീസ്, ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരാൾക്ക് ഇത് അതിൻ്റെ മുകളിൽ വരുമ്പം വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഇൻഫെക്ഷൻ വന്നിട്ട് കിഡ്നിയെ ബാധിക്കാം. ഓക്കെ. ഇപ്പോൾ ഡെങ്കിപ്പനി മാത്രമാണോ അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും? ഈ മഴക്കാലത്ത് വരുന്ന പല പനികളും, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഡെങ്കിയാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പ് നമ്മൾ എലിപ്പനി കണ്ടു. എലിപ്പനി എന്ന് പറയുന്ന ഒരു ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞൊരു ഇത് സംഭവിക്കുന്നത്. ഇത് ഈ സാധാരണ എലിയുടെ മൂത്രത്തിൽ, എലി അതിൻ്റെ റിസർവോയർ, എലിയുടെ മൂത്രത്തിനകത്ത് ഈ അണുക്കൾ പോയിട്ട് വെള്ളത്തിനകത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ കാലിൽ മുറിവോ വല്ലതും ഉണ്ടെങ്കിൽ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിയിട്ട് പ്രത്യേകിച്ച് വൃക്കകളെയും ലിവറിനെയും ബാധിക്കും. മേജറായിട്ട് ഇത് 2 ഓർഗൻസിനെ ഈ എലിപ്പനി ബാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ എലിപ്പനി ഇപ്പോൾ ഈ ഇടെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത അസുഖങ്ങളിൽ കൂടുതൽ പേർക്ക് വരുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു, അതിൽ എലിപ്പനിയുടെ ഒരു അവസ്ഥ എന്താണ്? കൂടുതൽ പേർക്കുണ്ടോ? ഇപ്പോഴത്തെ എലിപ്പനിയെക്കാട്ടിലും ഡെങ്കിയാണ്. കാരണം ഇത് ഈ ഡെങ്കി കൊതുകിൽ നിന്നാണ് വരുന്നത്. കൊതുക് ട്രാൻസ്മിഷൻസ് മച്ച് മോർ കോമൺ. എലിപ്പനി ഇത്ര ആയിട്ടില്ല, ഇനിയും വരാൻ പോകുന്നില്ല. ഇപ്പം മഴ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും എലിപ്പനിയുടെ ഒരു സീസണായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതിരിക്കാനായിട്ട് നോക്കണം.
അപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ മുറിവുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ടേക്ക് കെയർ ചെയ്യണം. കാരണം ഈ ചെറിയ മുറിവിൽ കൂടെയാണ് ഈ അണുക്കൾ ശരീരത്തിനകത്തേക്ക് കയറുന്നത്. ഇപ്പം എലി അല്ലെങ്കിൽ വേറെ ഇങ്ങനത്തെ ചെറിയ റോഡൻസ് മൂത്രം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്ത് ആ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ അവിടെ കിടക്കും. അത് നമ്മുടെ മുറിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ വയലിൽ ജോലി ചെയ്യുന്നവർ, ഈ മൃഗങ്ങളെ കൊണ്ട് വയലിൽ പോകുന്നവർക്ക്, അവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതൽ. ഡോക്ടർ, ഇപ്പം എലിപ്പനിയുടെ കാര്യം പറഞ്ഞു, നമ്മൾ ഡെങ്കിപ്പനി പറഞ്ഞു. മറ്റൊന്ന് ഇപ്പോൾ കാണുന്നത് ഹെപ്പറ്റൈറ്റിസിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തോന്നുന്നു, മഴക്കാലത്ത് കൂടുതൽ കാണുന്നത് അല്ലേ? അപ്പോൾ അത്തരം അസുഖങ്ങൾ വരുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ജോണ്ടിസ് പലതരത്തിലുണ്ട്. ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിൽ കൂടെ പകരുന്നത്. മറ്റേ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി രക്തത്തിൽ കൂടെയും അങ്ങനെ പകരുന്നത്. അത് ഈ കാലത്ത് അത് എപ്പോഴും വരാം. ഈ ഹെപ്പറ്റൈറ്റിസ് എ ഭക്ഷണത്തിൽ കൂടെ വരുമ്പോൾ അത് വെള്ളത്തിൽ കൂടെ വരാം. തിളപ്പിക്കാത്ത വെള്ളം അല്ലെങ്കിൽ ഈ അണുക്കൾ ഭക്ഷണത്തിലും വെള്ളത്തിലും വരുന്നത്, അതും ശരീരത്തിനകത്ത് കയറി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. പക്ഷേ അത് കൂടിയാൽ കിഡ്നിയെ ബാധിക്കാം. ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം എന്ന് വരെ പറയാം. കാരണം ഈ ലിവറിനെ ബാധിച്ചിട്ട് കിഡ്നി ഫെയിലിയർ വരാം. കൂടുതലും ഈ സിറോസിസ് അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ്, ആൽക്കഹോൾ കുടിച്ചവർക്ക് വരുന്നവർക്ക് ഒരു അസുഖമാണ് ഹെപ്പറ്റോ റീനൽ സിൻഡ്രോം. പക്ഷേ അപൂർവമായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ വരുന്നവർക്കും കിഡ്നി ഫെയിലിയർ വരാം. ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ആ കോള് എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ഒരു പനി വന്നു, സാധാരണ നിലയിൽ നമ്മളൊരു 4-5 ദിവസം മരുന്ന് കഴിച്ചു, അത് മാറിപ്പോകുന്നു. ഇതിപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ അവയവങ്ങളെ ബാധിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകുമോ? അതികഠിനമായ പനി അത് നമ്മൾ മൈൻഡ് ആക്കാതിരിക്കരുത്. പണ്ടൊക്കെ നമ്മൾ ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പലരും ഒരു ഗുളികയോ 2 ഗുളികയോ കഴിച്ചാൽ മാറും. പക്ഷെ പനി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ പല്ലിൻ്റെ അവിടെ മോണയിൽ നിന്ന് ബ്ലീഡിങ് വന്നാൽ, മഞ്ഞപ്പിത്തം വന്നാൽ, മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞാൽ, ക്ഷീണം വന്നാൽ, ഇങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഒരു ദിവസത്തെ പനി നമ്മൾക്ക് ഇഗ്നോർ ചെയ്യാമായിരിക്കും. പക്ഷേ ഇത് കൂടുതലാണെങ്കിൽ, ഇത് ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം, കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവാണ്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. സാറേ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണേ. അപ്പം ഞാനിപ്പോ 2-3 ആഴ്ച കൊണ്ട് ഈ ഡെങ്കിപ്പനിയുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ എന്തെങ്കിലും മുൻകരുതൽ എടുക്കണോ? സാധാരണഗതിയിൽ അങ്ങനെ പകരാൻ സാധ്യത കുറവാണ്. കാരണം ഇത് ഡെങ്കിപ്പനിയുള്ള ഒരാളെ കൊതുക് കടിച്ചിട്ട് ആ കൊതുക് തന്നെ നമ്മളെ കടിക്കുമ്പോഴേ ഡെങ്കിപ്പനി പകരുന്നത്. അപ്പോൾ ഓട്ടോയിൽ പോകുമ്പം, ട്രാവൽ ചെയ്യുമ്പം കൊതുക് കടിയുടെ സാധ്യത കുറവാണ്. പിന്നെ അതിരാവിലെയും ഈ രാവിലെ ഒരു 6 മണി 7 മണി ടൈമും വൈകിട്ട് ഒരു 5 മണി 6 മണി ടൈമിൽ ഈ ADs എന്ന് പറഞ്ഞ കൊതുക് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഒരു മുൻകരുതലായിട്ടിരിക്കണം. രോഗികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും ഇത് വളരെ അധികമുണ്ട്. അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം ടൈമിൽ പോകുമ്പോൾ ഒരു ഫുൾ സ്ലീവ് ഡ്രസ്സോ വല്ലതും ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ കൊതുകിൻ്റെ മസ്കുലർ റിപ്പല്ലൻ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഒരാളെ ഓട്ടോയിൽ കൊണ്ടുപോയത് കൊണ്ട് വരാൻ സാധ്യത അത്ര കാര്യമായിട്ടുള്ളതല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? കാരണം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് വന്നാൽ വളരെ പേടിയാണ്. ഇപ്പം മുൻപൊക്കെ ഈ ചിക്കൻ ബോക്സിനെ മാത്രമൊക്കെയാണ് നമ്മൾ പേടിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഡെങ്കിപ്പനിയെ മൂലം ആളുകൾ മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു തെറ്റായിട്ടുള്ള ധാരണയും കൂടെ ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതെങ്ങനെ പകരും എന്നുള്ള കാര്യത്തിൽ, ചിക്കൻ പോക്സ് ആണെങ്കിൽ വായു കൂടെ പകരുന്നത്. ഇപ്പം ചിക്കൻ പോക്സ് ഒരാളുടെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ ആളുടെ ശ്വാസത്തിൽ നിന്ന് നമ്മുടെ, അല്ലെങ്കിൽ ആളുടെ ഈ വ്രണത്തിൽ നിന്ന് അണുക്കൾ വരുമ്പോൾ നമ്മുടെ ശ്വാസത്തിലേക്ക് കയറിയിട്ട് പകരും. അത് എയർബോൺ ഇൻഫെക്ഷനാണ്, അത് പെട്ടെന്ന് പകരാം. പക്ഷേ ഡെങ്കി അങ്ങനെയല്ല. ഡെങ്കി കൊതുക് ഈ അസുഖമുള്ള ഒരാളെ കുത്തിയിട്ട് നമ്മളെ കുത്തണം. അപ്പം ഡെങ്കി കൊതുക് അവിടെ ഉണ്ടെങ്കിലും, അല്ല ഈ ഏഡീസ് മസ്കിറ്റോ അവിടെ ഉണ്ടെങ്കിലും നമുക്ക് പകരണമെന്നില്ല. ആ ഡെങ്കിയുള്ള ഒരാളെ കുത്തിയാൽ മാത്രമേ എന്നിട്ട് നമ്മളെ കടിച്ചാൽ മാത്രമേ അത് പകരുള്ളൂ. ഇപ്പം വേറെ ഇത് അസുഖമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ഏഡീസ് മസ്കിറ്റോ വന്ന് നമ്മളെ കടിച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിവിയറിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫുൾ കൈയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പോയാൽ നല്ലതായിരിക്കും. ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഈ രോഗികളെ കാണുന്ന രാവിലെയും വൈകിട്ടും രാത്രിയിലും ഹോസ്പിറ്റലുണ്ട്. എല്ലാവരും മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. തുടരുന്നു. ഡോക്ടർ, ഇപ്പം പനി വന്നു, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ ഡെങ്കിപ്പനി വന്നാൽ ഉള്ള കാര്യം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഡെങ്കിപ്പനി വന്നു, ഇപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പം അത് ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് അവസ്ഥയിലേക്കാണ് ഈ രോഗി പോവുക? ആദ്യപടി
കിഡ്നിയെ ബാധിക്കുന്ന പല സ്റ്റേജിലും ബാധിക്കാം. വളരെ മൈൽഡായിട്ട് ബാധിക്കാം. ഇപ്പം മെയിനായിട്ട് വരുന്ന BP കുറയുമ്പോൾ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പം BP കുറഞ്ഞാൽ ഉടനെ ഫ്ലൂയിഡ് കൊടുക്കണം. നമ്മുടെ സാധാരണ സെലൈൻ, ഈ ഡ്രിപ്പ് കൊടുക്കുന്ന ഗ്ലൂക്കോസ് പോലത്തെ നോർമൽ സെലൈൻ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് BP പിക്കപ്പ് ആയാൽ 99% ഇവർ റിക്കവർ ചെയ്യും. ഈ BP കുറയും, ഞാൻ നേരത്തെ പറഞ്ഞ കാപ്പിലറി ലീക്ക് അത് സംഭവിക്കുമ്പോൾ BP കുറയും. അതൊന്ന് കൺട്രോൾ ചെയ്താൽ ഇത് 99% ക്യൂർ ചെയ്യാൻ പറ്റും. അത് ലേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ സിവിയറിറ്റി ആകുമ്പോഴാണ് കിഡ്നിയെ ബാധിച്ചിട്ട് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് കിഡ്നിയുടെ ഫെയിലിയർ കൂടുകയും ചിലപ്പോൾ മൂത്രം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു സ്റ്റേജിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ അക്യൂട്ടായിട്ട് വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ക്രോണിക് ഡിസീസിലേക്ക് പോകുമ്പോഴാണല്ലോ കിഡ്നിക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ ഇനി ജീവിതകാലം മുഴുവൻ ഈ അസുഖമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ ഈ അക്യൂട്ട് ഡിസീസ് വരുമ്പോൾ അത് ക്യൂറബിൾ ആണോ അല്ലയോ എന്ന്? യെസ്, ഒരു 80 to 90% ക്യൂറബിളാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ. ഇത് നമ്മൾ ചെയ്യേണ്ടത് കിഡ്നി തന്നെ റിക്കവർ ചെയ്യും. കിഡ്നിക്ക് നമ്മൾ ഡയാലിസിസ് ചെയ്താൽ കിഡ്നി റിക്കവർ ചെയ്യാൻ പോകുന്നില്ല. ഡയാലിസിസ് ചെയ്യുന്നത് കിഡ്നിക്ക് അസുഖം വരുമ്പം അതിൻ്റെ പണി മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആ സമയത്ത് കിഡ്നിക്ക് ഡാമേജ് കൂടാതിരിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ മെഡിസിൻസ് കൊടുക്കും. ഈ ബേസിക് അണ്ടർലൈൻ ഡിസീസിനെ ട്രീറ്റ് ചെയ്യും. BP കൺട്രോൾ ചെയ്യും. പിന്നെ പ്രമേഹവും മറ്റുള്ളത് അതൊക്കെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യും. വേറെ ഇൻഫെക്ഷൻ, ഡെങ്കി ഉള്ളവർക്ക് വേറെ ഇൻഫെക്ഷൻസും വരാം, സൂപ്പർ ആഡഡ് ഇൻഫെക്ഷൻസ് വരാം. ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, ബോഡിയിലത്തെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ് കൊടുക്കുക, സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി കാലക്രമേണ റിക്കവർ ചെയ്യും. കുറച്ച് നാൾ ഡയാലിസിസ് ചെയ്തിട്ട് അത് നിർത്താനും പറ്റും. ഇതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുടെ കാര്യം. പക്ഷേ അപൂർവമായിട്ടൊരു ചെറിയ ശതമാനം ആൾക്കാർ കിഡ്നി ഫെയിലിയർ ക്രോണിക്കായിട്ട് പോകാം. ഇത് സിവിയറിറ്റി അനുസരിച്ച് കിഡ്നിയുടെ ഡാമേജ് ചിലപ്പം കുറച്ച് ബ്ലഡ് ഫ്ലോ കുറഞ്ഞാൽ അത് റിക്കവർ ചെയ്യും. കുറച്ചും കൂടെ സിവിയറായിട്ട് ഒട്ടും ബ്ലഡ് ഫ്ലോ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ, BP വല്ലാതെ കുറഞ്ഞാൽ കിഡ്നി ഡാമേജ് പെർമനൻ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റേ ക്രോണിക് കിഡ്നി ഡിസീസ് പോലെ ലൈഫ് ലോങ് ഡയാലിസിസ് വേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, സംസാരിച്ചോളൂ. ഹലോ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. എനിക്ക് യൂറിയ ക്രിയാറ്റിൻ 2 ആണ്. ഹലോ ഹലോ പറഞ്ഞോളൂ. എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? വയസ്സ് 50 ആണ്. 15 വർഷത്തിൽ കൂടുതലായിട്ട് BP ഷുഗർ ഒക്കെ ഉള്ളതാണ്. ഓക്കെ, ഇപ്പം ക്രിയാറ്റിൻ 2 ആണ് അല്ലേ? ക്രിയാറ്റിൻ 2 ആണ്. ഇതുപോലെ ആൽബുമിൻ ഇപ്പോൾ +3 നിൽക്കുകയാണ്. ഈ ആൽബുമിൻ +3 ആവുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ ഷുഗറും പ്രഷറും ഉള്ളവർക്ക് കിഡ്നി ഡിസീസ് വരാം. അതാണ് ഏറ്റവും കോമൺ കോസ് ഓഫ് കിഡ്നി ഡിസീസ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജാണ് യൂറിനിൽ ആൽബുമിൻ പോകുന്നത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കിഡ്നി ഒരു അരിപ്പയാണ്. അരിപ്പ വേണ്ടിയ സാധനത്തെ പിടിച്ചു വെക്കുകയും വേണ്ടാത്ത സാധനത്തിനെ നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സിനെ എടുത്ത് കളയും. അതാണ് നോർമലി സംഭവിക്കുന്നത്. ഈ ഷുഗറും പ്രഷറും വരുമ്പോൾ ഈ അരിപ്പയുടെ ഓട്ട വലുതാവും. പറഞ്ഞാൽ കിഡ്നിക്കകത്ത് ഓട്ടയെന്നല്ല, മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇപ്പം പിടിച്ചു വെക്കേണ്ട പല സാധനവും അത് ലീക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ആൽബുമിൻ പുറത്തു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിലാണ് ഈ ആൽബുമിൻ പുറത്തു പോകുന്നത്. അപ്പം ഷുഗറും പ്രഷറും ഒരാൾ ആദ്യം യൂറിൻ ടെസ്റ്റ് ചെയ്താൽ ആൽബുമിൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. ആ സ്റ്റേജ് റിവേഴ്സിബിൾ സ്റ്റേജാണ്. നമുക്ക് ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്ത് ചില മരുന്ന് കൊണ്ട് ഇത് കിഡ്നി ഫെയിലിയറിലോട്ട് പോകാതെ നോക്കാൻ പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേജ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. അടുത്ത സ്റ്റേജാണ് ഈ ക്രിയാറ്റിനിൻ കൂടുന്ന സ്റ്റേജ്. ക്രിയാറ്റിനിൻ നോർമലി ഒരു 0.7 to 1.2 റേഞ്ചിലിരിക്കണം. ഈ കിഡ്നിയുടെ ഡാമേജ് കൂടുന്തോറും ക്രിയാറ്റിൻ്റെ ലെവൽ കൂടാൻ തുടങ്ങും. കിഡ്നി ഒരു 50% ഡാമേജ് ആകുമ്പോഴാണ് ക്രിയാറ്റിൻ 1.4 അല്ലെങ്കിൽ 1.5 ആകുന്നത്. ഇത് 2 എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു 50 to 60% കിഡ്നി ഡാമേജ് ആയി കഴിഞ്ഞു. എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റേജിൽ ഷുഗർ കൺട്രോൾ ചെയ്തിരിക്കണം, പ്രഷർ കൺട്രോൾ ചെയ്തിരിക്കണം, പിന്നെ ഈ ആൽബുമിൻ കൂടുതൽ പോകാതെ ഉള്ള ചില മരുന്നുകളുണ്ട് അത് കഴിക്കണം, പിന്നെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഇത് ക്രോണിക് കിഡ്നി ഡിസീസാണ്. ഷുഗർ കാരണം വരുന്നത് ക്രോണിക് കിഡ്നി ഡിസീസാണ്. അത് പ്രോഗ്രസ് ചെയ്യും. നമുക്കതിൻ്റെ പ്രോഗ്രഷൻ്റെ സ്പീഡ് കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇദ്ദേഹം കൃത്യമായിട്ട് ചികിത്സ എടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞില്ല അല്ലേ? ഇല്ല, അത് ചികിത്സ എടുക്കണം. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം. പ്രഷറും ഷുഗറും വളരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്തിരിക്കണം. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സാധാരണ അക്യൂട്ടായിട്ടുള്ള ഒരു അസുഖം വന്നു, ഈ പൊതുവെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഡയാലിസിസിനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പരാതി പനിയായിട്ട് കൊണ്ടുപോയതാണ്, ഇപ്പോൾ കണ്ടില്ലേ ഹോസ്പിറ്റലുകാർ ചികിത്സിച്ച് ഇങ്ങനെ ആക്കി. അതൊരു തെറ്റായ ധാരണയുടെ പുറത്തല്ലേ ഇത്തരം സംസാരങ്ങളുണ്ടാകും? യെസ്, തീർച്ചയായിട്ടും. കാരണം ഈ പനിയുടെ സിവിയറിറ്റി ഇപ്പം വരുമ്പോൾ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അത് പനി മിനിറ്റ് കൊണ്ട് കൂടാം. BP പെട്ടെന്ന് കുറയാൻ പറ്റും. ഈ കാപ്പിലറി ലീക്കൊക്കെ മണിക്കൂറുകൾ കൊണ്ട് പെട്ടെന്ന് കൂടിയിട്ട് രാവിലെ നടന്നു വന്ന പേഷ്യൻ്റ് വൈകുന്നേരം കൊളാപ്സ് ചെയ്യാം.
ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിഡ്നി ഫെയിലിയർ പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പനി വന്നാൽ നമ്മൾ വേസ്റ്റ് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പം ഏറ്റവും മോശമായിട്ടുള്ളൊരു കണ്ടീഷൻ ആകാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. പക്ഷേ അതായില്ലെങ്കിൽ സന്തോഷിക്കണം. ആൻഡ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അത് നേരിടാൻ തയ്യാറായിരിക്കണം. കാരണം ഇത് നമുക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത്രയും വർഷം റോഡ് ക്രോസ് ചെയ്തു, ഇതുവരെ വണ്ടി എന്നെ ഇടിച്ചില്ല, അതുകൊണ്ട് ഇന്ന് ഇടിച്ചുവിടായികയില്ല. നമ്മുടെ അശ്രദ്ധ ആയിരിക്കുകയല്ല, വേറെ ആളുടെ അശ്രദ്ധ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. അതുപോലെ ഈ പനിയും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രായമുള്ളവർ, ചെറിയ കുട്ടികൾ, പ്രമേഹമോ രക്തസമ്മർദ്ദമോ അണ്ടർലൈൻ കിഡ്നി ഡിസീസോ ലിവർ ഡിസീസോ, പിന്നെ ആൽക്കഹോൾ, ഇവർ സ്മോക്കേഴ്സ്, ഇവർക്കൊക്കെ ഈ റിസ്ക് കൂടുതൽ. അപ്പോൾ ഇങ്ങനത്തെ ദുശ്ശീലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് നല്ലത്. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് വെക്കുന്നതും നല്ലതാണ്. അത് ക്രോണിക് കിഡ്നി ഡിസീസിന് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും അക്യൂട്ട് കിഡ്നി ഡിസീസിൻ്റെയും കോംപ്ലിക്കേഷൻസും വരാതിരിക്കാൻ പറ്റും. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ഡോക്ടറോട് ചോദിക്കല്ല, ഈ ഡെങ്കിപ്പനി ഉണ്ടായാലും ഈ പിച്ചുംപനിയൊക്കെ പറയാം. ഡെങ്കിപ്പനിയും ഡെങ്കിപ്പനി ഉണ്ടായാലും ഇങ്ങനെ ഈ പിച്ചുംപനിയൊക്കെ പറയാന്ന്. പിച്ചുംപേയും പറയുമെന്നോ? എത്ര വയസ്സുള്ള ആൾക്കാണ്? ഒരു 36 വയസ്സല്ലേ ആൾക്കാർ. സംഭവിക്കാം. ഇത് ഡെങ്കിപ്പനി ശരീരത്തിൻ്റെ ഏത് അവയവത്തെ ബാധിക്കാം. ഈ കാപ്പിലറി ലീക്ക് എന്ന് പറഞ്ഞാൽ അതാ ഇതിൻ്റെ ബേസിക് അണ്ടർലൈൻ പെത്തോളജി. കാപ്പിലറി ലീക്ക് വരുമ്പം നമ്മുടെ രക്തക്കുഴലിനകത്തെ രക്തം വളരെ തിക്കാകും. കാരണം ആ വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുക. അപ്പം ബാക്കി അവശേഷിക്കുന്ന ഈ റെഡ് ബ്ലഡ് സെൽസ് എല്ലാം വളരെ തിക്കായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോകും. അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബ്ലോക്ക് ഉണ്ടാക്കാം. ഓക്കെ. അപ്പം തലച്ചോറിനകത്ത് ബ്ലോക്ക് വന്നാൽ ഓൾട്ടേർഡ് സെൻസോറിയം വരാം, ഫിറ്റ്സ് വരാം, സംസാരത്തിൽ ഇങ്ങനെ വരാം, സ്ട്രോക്ക് പോലെ വരാം. അപ്പോൾ ഹാർട്ടിനെ ബാധിക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാം, മയോകാർഡൈറ്റിസ് എന്ന് പറയും, അത് വരാം, കിഡ്നി ഫെയിലിയർ വരാം, ലിവർ ഫെയിലിയർ, അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണോ ബാധിക്കുന്നത് ആ ഭാഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് പറയുന്നത്. അപ്പം തലച്ചോറിനെ ബാധിക്കുമ്പോഴേ ഈ പിച്ചും പേയും പോലെ വരും. താൽക്കാലികമായിരിക്കും. ഫ്ലൂയിഡ് കൊടുത്താൽ, പെട്ടെന്ന് കൊടുത്താൽ ഇത് 99% മാറും. 100% നമുക്ക് മെഡിസിനിൽ ഒന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പം പറഞ്ഞതിൽ പനികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മലേറിയ, ഡയറിയ ഒക്കെ ഇതിനപ്പുറത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നിക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട്? നമുക്ക് 2 കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു, മലേറിയയും ഡയറിയ. മലേറിയ ഒരു ഇൻഫെക്ഷനാണ്, എഗെയിൻ കൊതുക് കൊണ്ട് വരുന്ന എനോഫിലസ് മസ്കിറ്റോ കുത്തിയിട്ട് വരുന്ന ഒരു അസുഖം. അതും മലേറിയ പലതരമുണ്ട്. ഈ മലേറിയ പാരസൈറ്റ് 4 തരമുണ്ട്. അതിൽ ഫാൽസിപ്പാരം എന്ന് പറയുന്നതാണ് ഏറ്റവും കുഴപ്പക്കാരൻ. പണ്ടൊന്നും കേരളത്തിലില്ലെന്ന്, പണ്ടുണ്ടായിരുന്നു, പിന്നെ കുറേ കാലം ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ മൈഗ്രൻ്റ് ലേബറേഴ്സ് വന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഈ ഒറീസയിൽ, ബീഹാറിൽ, കർണാടകയിൽ, ആന്ധ്രയിലൊക്കെ കണ്ടുവരുന്നതായിരുന്നു മലേറിയ. ഇപ്പം കേരളത്തിലും കണ്ടുവരുന്നുണ്ട്. സാധാരണ മലേറിയ മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷേ ഈ ഫാൽസിപ്പാരം വന്നാൽ ഇത്തിരി റിസ്ക്കാണ്. അത് തലച്ചോറിനെ ബാധിക്കാം, കിഡ്നിയെ ബാധിക്കാം, ഹാർട്ടിനെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം. സോ അത് കണ്ടുപിടിക്കുന്ന വളരെ പ്രധാനം. ഈ സാധാരണ പനിയാന്ന് പറഞ്ഞ് തള്ളരുത്. 2 ദിവസത്തിൽ കൂടുതൽ ഹൈ ഗ്രേഡ് ഫീവർ ഉണ്ടെങ്കിൽ മലേറിയയ്ക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നോക്കണം. ചികിത്സിച്ചാൽ മാറും, പക്ഷേ നമ്മളത് സസ്പെക്റ്റ് ചെയ്ത് അത് നോക്കണം. ചികിത്സിച്ചില്ലെങ്കിൽ മറ്റേ ഈ ഡെങ്കിക്ക് വരുന്ന പോലെ തന്നെ കാപ്പിലറി ലീക്ക്, അവിടെയും പ്രശ്നം. BP കുറഞ്ഞിട്ട് മൾട്ടി ഓർഗൻ ഫെയിലിയർ വരും. അത് മലേറിയ. വയറ്റിളക്കം വളരെ കോമൺ ആയിട്ട് വരുന്നു, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. ഈ അണുക്കൾ മുഴുവൻ വെള്ളത്തിൽ കൂടെ വരുന്നു. അൺഹൈജീനിക് അവസ്ഥയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു. ഈ അണുക്കൾ വരുമ്പം സാധാരണ ഒരു വയറ്റിളക്കം വന്നു, നമ്മൾ മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷേ വയറ്റിളക്കത്തിൻ്റെ സിവിയറിറ്റി കൂടിയാൽ എഗെയിൻ ഡീഹൈഡ്രേഷൻ വന്നിട്ട് കിഡ്നിയെ ബാധിക്കാം. അപ്പം പലരും പറയും, ഞാൻ ചെറിയൊരു വയറ്റിളക്കം അല്ലെങ്കിൽ ഒരു ഛർദിയായിട്ട് വന്നതാ നോക്കി കിഡ്നി ഫെയിലിയർ. സംഭവിക്കാം. ഒരു സിവിയർ ഡയറിയ വന്നാൽ തന്നെ BP കുറഞ്ഞിട്ട് കിഡ്നി ഫെയിലിയറായി കംപ്ലീറ്റ്ലി കിഡ്നി പോയ അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലൈഫ് ലോങ് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വരെ വരാം. സോ ഡയറിയ ഒന്നും നമ്മൾ മൈൻഡ് ആക്കാതിരിക്കരുത്. ഒരു ചെറുതായിട്ട് പോയാൽ സാരമില്ല, പക്ഷേ 2-3 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിന് ചികിത്സ എടുക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത്, കാരണം ഇൻഫെക്ഷൻ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയായി ഈ സമയത്ത്, വെള്ളത്തിലും ഭക്ഷണത്തിലും ഉള്ള. ഇത് നമ്മൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഹൈജീനിക്കായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യണം, ചൂടുള്ള ആഹാരം കഴിക്കണം, തണുത്ത ആഹാരം പറ്റുന്നത്രയും ഒഴിവാക്കുക. ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത്, ഈ ഫ്രൂട്ട് ജ്യൂസൊക്കെ പുറത്തുനിന്ന് പോയി, ഇപ്പം നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുന്ന ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. ഈച്ചകളൊക്കെ വന്ന് ഇതൊക്കെ പകർത്തുന്ന ഈച്ചകളാണ്. അപ്പം വേറെ മലത്തിൽ വല്ലതും പോയി ഇരിക്കുന്ന ഈച്ച ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ഈ വയറ്റിളക്കമൊക്കെ വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ, താങ്ക് യു. ഹലോ സാർ. ഹലോ.
ഹലോ സാർ, ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. എന്റെ മകന് ഇപ്പോൾ 6 വയസ്സുണ്ട്. അയാൾക്ക് ഒരു 4 മാസം മുമ്പ് ഇങ്ങനെ കൗണ്ട് കുറഞ്ഞ് പനി വന്നിരുന്നു. ഇപ്പൊ ഒരു 20 ദിവസം മുമ്പ് വീണ്ടും അയാൾക്ക് കൗണ്ട് കുറഞ്ഞ് പനി വന്നു. ഒരു 96,000 76,000 ഒക്കെയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വന്നിരിക്കുന്നത്. ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഓക്കെ, ഈ വൈറൽ ഫീവർ, ഡെങ്കി ഒന്നുമല്ല, ഏത് വൈറൽ ഫീവർ വന്നാലും ബ്ലഡ് കൗണ്ട് കുറയാം. പ്ലേറ്റ്ലെറ്റ്സ് മാത്രമല്ല, WBC വൈറ്റ് ബ്ലഡ് സെല്ലിൻ്റെ കൗണ്ടും കുറയാം. സാധാരണ വൈറ്റ് ബ്ലഡ് സെൽ 5,000 10,000 ഇടയ്ക്കായിരുന്നു, അത് കുറയാം. പ്ലേറ്റ്ലെറ്റ്സ് 1.5 ലക്ഷം തുടങ്ങി 3 ലക്ഷം വരെ നോർമൽ റേഞ്ച്, അതും കുറയാം. ഇതിപ്പോൾ ഏകദേശം 80,000 70,000 വലിയ കുഴപ്പമുള്ളതല്ല. 10,000 കുറഞ്ഞാലേ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതിലും കുറവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ICU കെയർ കൊടുക്കേണ്ടി വരും. ഒരു 20,000 കൂടുതലാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യണം. പക്ഷേ ഇത് കുറവാണ്, അത് നമ്മൾ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അതിന് എമർജൻസി ആയിട്ടൊന്നും ചെയ്യാൻ ആവശ്യമില്ല, പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കണം. കോംപ്ലിക്കേഷൻസ് വരാതെ റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പനി ഉണ്ടെങ്കിൽ പനിയുടെ മരുന്ന് കഴിക്കണം. ഇത് മാത്രമല്ല, ഈ ഡെങ്കിയോ മലേറിയോ അല്ലാതെ വേറെ എന്തെങ്കിലും സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കി ചികിത്സിച്ച് മാറ്റണം. ഡെങ്കിക്ക് സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ല, സപ്പോർട്ടീവ് കെയർ മാത്രമേ ഉള്ളൂ. പനിക്കുള്ള ചികിത്സയും ഫ്ലൂയിഡൊക്കെ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡെങ്കി വരുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കണം. ഈ 70,000 80,000 വെച്ച് പേടിക്കേണ്ട കാര്യമില്ല, ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇപ്പോൾ പ്രമേഹം, രക്തസമ്മർദ്ദം ഉയർന്നതൊക്കെ ഉള്ളവർക്ക് പലപ്പോഴും ഈ ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇത് ഓൾറെഡി അസുഖമുള്ളവർ, ചിലപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് ഇപ്പോഴുള്ള ഈ പകർച്ചപ്പനികൾ വന്നാൽ എത്രത്തോളം അത് ഗൗരവത്തോടു കൂടെ കാണണം? അവർക്ക് ഇനിയും കിഡ്നി ഫെയിലിയർ വരുന്ന ഇല്ല, ഓൾറെഡി കിഡ്നി ഫെയിൽ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അവർക്ക് ലിവർ ഡാമേജ് വരാം, ബ്രെയിൻ ഡാമേജ് വരാം, BP കുറഞ്ഞിട്ട് മൾട്ടി ഓർഗൻ ഫെയിലിയർ വരാം. ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ ഡയാലിസിസ് പേഷ്യൻസിന് തന്നെ ഈ പനി വന്നവരുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. ആ പനി വന്നാൽ ഉടനെ അഡ്മിറ്റ് ചെയ്യണം. അവർ പലരും പറയും, സാറേ എനിക്കൊരു ദിവസമേ പനിയുള്ളൂ. ഇല്ല, ആ ഒരു ദിവസമാണെങ്കിലും നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രിയിലായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഈ മറ്റ് അസുഖങ്ങളുള്ളവർ, അണ്ടർലൈങ് ക്രോണിക് ഡിസീസ് ഉള്ളവർ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയി 2 ദിവസം കിടന്നാലും വേണ്ടില്ല, ഇതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് മാത്രം പോകുന്നതാണ് നല്ലത്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, നമസ്തേ. നമസ്തേ. ഡെങ്കിപ്പനി വന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 180 ആയി ഇപ്പോ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത്, അത് രോഗം തീരെ മാറിയെന്നാണോ? പിന്നെ ഈ കൊതു കടിച്ച്, ഇയാളെ കൊതു കടിച്ച വേറെ ആൾക്ക് പകരുമോ? ടെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞോ? ഇതാണ് ഡൗട്ട്. ഓക്കെ, 180 ആയതുകൊണ്ട് ഔട്ട് ഓഫ് ഡേഞ്ചറാണ്. കാരണം നോർമൽ ഒരു 1.5 ആണ് നോർമൽ. പക്ഷെ എന്നാലും 1,00,000 കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ആ പനി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ അണുക്കളും ഈ ഡെങ്കിയുടെ വൈറസും പോയി എന്നാണ് കാണുന്നത്. ഇനിയും ആളുടെ ശരീരത്തിന് 1-2 അണുക്കളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സാധാരണഗതിയിൽ പകർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു കണ്ടീഷനിൽ. ഇങ്ങനെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഫോളോ അപ്പും കൂടെ എല്ലാം നോർമൽ ആകുന്നിടം വരെ 1-2 പ്രാവശ്യം ഒരു ചെക്കപ്പും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഡോക്ടർ, ഇപ്പം പൊതുവെ പനികൾ പടരുന്ന ഒരവസ്ഥയിൽ കിഡ്നിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് എന്താണ് ഡോക്ടർക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? ഈ പനികൾ കിഡ്നിയെ ബാധിക്കാം. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡിക്വേറ്റ് ഹൈഡ്രേഷൻ വേണം. പനി വരുമ്പോൾ നമുക്ക് വിശപ്പില്ലായ്മയൊക്കെ വരും, അത് സാരമില്ല, ആവശ്യത്തിന് ഫ്ലൂയിഡ് കഴിക്കണം. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ വേറെ കിഡ്നി അസുഖമൊന്നും ഇല്ലാത്തവർ ആവശ്യത്തിന് ഫ്ലൂയിഡ് കഴിക്കണം. കഞ്ഞിവെള്ളം ഉപ്പിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ ജ്യൂസ് ഉപ്പിട്ട് കഴിക്കുക, അതാണ് ഏറ്റവും നല്ല ഫ്ലൂയിഡ്. അത് കഴിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ നമ്മുടെ ബ്ലഡിനകത്ത് ഈ വേണ്ടാത്ത ഈ BP കുറയുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യണം. കാരണം കിഡ്നി ഡാമേജ് വന്നാൽ മോർട്ടാലിറ്റി ചാൻസസ് ആർ ഹൈ. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.